സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാൻ അപേഷ് ജോസഫ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലേക്ക് ആയിട്ട്, വാർത്തയിലൊക്കെ നമ്മൾ കണ്ടു. വേനൽ അവധിക്കാലം നമുക്ക് ഒരു 3 മാസത്തിന് മുമ്പായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നത് നല്ലൊരു ചോദ്യമാണ്. ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ആ സിറ്റുവേഷനെ ഈ വേനലവധിക്കാലം എന്നുള്ളത് മാറ്റി മഴക്കാലത്തേക്ക് ഈ അവധിക്കാലം മാറ്റിക്കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും. ഒത്തിരി ബിസിനസ്സുകൾ ഡൗൺ ആയിട്ട് പോകും. ഓൾറെഡി ബിസിനസ്സുകളൊക്കെ വളരെ മോശമാണ്. ഈ വേനലവധിക്കാലത്ത് ഒത്തിരി ആളുകൾ ബിസിനസ്സുകളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറേ പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങിയവരൊക്കെ അടിയെ പോകും. ഒന്നാമത്തെ കാര്യം അത്. 2, മഴക്കാലത്ത് കുട്ടികൾ വീടുകളിലിരുന്നാൽ മഴയൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ കളിച്ചു നടക്കും, പനി പിടിക്കും, ജലദോഷം പിടിക്കും, ഒത്തിരി രോഗങ്ങൾ പകരുന്ന ഒരു സമയമാണ് മഴക്കാലം. വെള്ളക്കെട്ടിലൊക്കെ പോയി ചാടും. ടൂറിസം മേഖലയിൽ പോകാത്ത മണ്ണിടിച്ചിലുള്ള ടൂറിസം മേഖലകളിലൊക്കെ അവർ യാത്രകൾ പോകും. കൂടുതൽ അപകടങ്ങളിലേക്കൊക്കെ വരുത്തി വെക്കും. വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട് ചാടി മൊത്തം പ്രശ്നമാവും. ഈ വേനലവധിക്കാലത്ത് നമ്മൾ സ്കൂൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 35-40 ഡിഗ്രിയോളം നമ്മുടെ ഈ ചൂട് വരുന്നുണ്ട് വേനൽക്കാലത്ത്. ഈ ചൂട്ടത്തിരുന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലിരുന്ന് അവർ AC ഒന്നും ഇല്ലാത്ത സ്കൂളുകളാണ് പലതും. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ റൂമുകളിൽ ഇരുന്നിട്ട് വേർത്തൊലിച്ച് ഇരുന്ന് പഠിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അപ്പം നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നമ്മുടെ നിലവിലുള്ള സിസ്റ്റത്തെ പെട്ടെന്ന് മാറ്റുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. മഴക്കാലത്ത് നമ്മൾക്ക് യാത്രകൾ ചെയ്യാൻ പറ്റത്തില്ല, അധികം യാത്രകൾ ചെയ്യാൻ പറ്റില്ല. വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം. പരമാവധി TVയും കണ്ട് മൊബൈലും കണ്ട് അതൊക്കെ ഒരു അഡിക്ഷനായിട്ട് വീട്ടിലിരിക്കേണ്ടി വരും. കുട്ടികൾക്ക് ഈ വേനലവധിക്കാലം എന്ന് വെച്ചാൽ ആഘോഷിക്കാനും യാത്രകൾ ചെയ്യാനും അവരുടെ പേരൻസിനെ കാണാനൊക്കെ ഉള്ള ഒരു സമയമാണ്. ദൂരയാത്രകൾ പോകാനൊക്കെ ഉള്ള ഒരു സമയമാണ്. ആ സമയത്താണ് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഈ മഴക്കാലത്തൊന്നും ഈ യാത്രകളൊന്നും നടക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ, സ്പെഷ്യലി കേരളം, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇങ്ങനെ ഓരോ തീരുമാനങ്ങളും വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ വളരെ വ്യത്യസ്തമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട്. അപ്പം നമ്മുടെ ഒരു നിലവിലുള്ള സിസ്റ്റത്തെ മാറ്റുമ്പോൾ വളരെയധികം നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാനായിട്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളൂ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാവപ്പെട്ടവരായ ഞങ്ങളെപ്പോലുള്ള ഒത്തിരി ആളുകൾ ഈ വേനലവധിക്കാലമൊക്കെ പ്രതീക്ഷിച്ച് ട്രാവൽസ് മേഖലയിലുള്ള ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ ആ സമയത്തുള്ള ഓട്ടങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിട്ട് ജീവിക്കുന്ന ലക്ഷറി വണ്ടിയൊക്കെ പണിത് ടാക്സൊക്കെ അടിച്ച് ലക്ഷങ്ങൾ ടാക്സൊക്കെ അടിച്ചിട്ട് ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ വേനലവധിക്കാലം കുട്ടികൾക്ക് ആഘോഷിക്കാനും യാത്രകൾ ചെയ്യാനും ബിസിനസ്സുകൾ നടക്കുന്നതുമായിട്ടുള്ള ഒരു സമയമാണ്. കുട്ടികളുടെ അവരുടെ പേരൻസിനെയും കൊണ്ട് യാത്രകൾ പോകുന്ന ഒരു സമയമാണ്. ഇത് മാറ്റാനായിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാറ്റരുതേ എന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു വെരി മച്ച്.